ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ജലദോഷമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് സൗണ്ട് മാറിയിരിക്കുന്നത്. കുറേ ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ രാവിലത്തെ തണുപ്പിൻ്റെ മഞ്ഞിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു, സൗണ്ട് ഒട്ടും ശരിയായിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ടീച്ചറിൻ്റെയും താടിക്കാരൻ്റെയും വീട്ടിലാണ് കേട്ടോ. പരിക്കാത്തോടെ മുഴുവൻ അവരെ തപ്പി നടന്നിട്ട് കണ്ടില്ല. അപ്പോഴാണ് ഈ രണ്ടുപേരും പുറത്തോട് ഉലാത്തുന്നത് കണ്ടത്. അപ്പോൾ ചേച്ചി ഇവിടെ ബ്രഷൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. രാവിലെ കുക്കിങ്ങും പരിപാടിയായിരുന്നു കേട്ടോ. ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും സൈനസിന് വലിയ മാറ്റമില്ലാതെ അങ്ങനത്തെ തുടരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുക്കളത്തോട്ടം കാണിച്ചിരുവാണ് എനിക്ക്. മത്തങ്ങയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. വീട്ടിൽ മത്തനിൽ എന്താണെന്നറിയില്ല, കായ ഉണ്ടായ ശേഷം എല്ലാം പൊഴിഞ്ഞു പോകുക കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മത്തങ്ങ എന്തായാലും നല്ലോണം വളർന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ ഈ ഒരു ഫ്രണ്ടിലായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ കോവയ്ക്ക ഉണ്ടായിരുന്നത്. അത് വലിയ ഇങ്ങനെ പടർന്ന് പന്തലായി നിൽക്കുമായിരുന്നു. പക്ഷേ അതിൽ മുഴുവൻ എന്തോ ഫംഗസ് കയറിപ്പോയി. അങ്ങനെ അത് മുഴുവൻ രണ്ടുപേരും കൂടെ വെട്ടിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കിഷ്ടമുള്ളത് ഈ ഒരു ഭാഗം കേട്ടോ, ആ ഒരു കടലാസ് പൂവിന് എന്താ പറയുക, ബൊഗെയിൻവില്ല ഉണ്ടായി നിൽക്കുന്നതാണ്. നല്ല രസമാണ്. നമ്മൾ പിന്നെ ഈ പണ്ട് മുതലേ കടലാസ് പൂ എന്ന് പറഞ്ഞ് അങ്ങ് ശീലമായിപ്പോയി. അപ്പോൾ ചേച്ചി ദേ രാവിലെ അവിയലിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഫുള്ള് പുറത്തുനിന്ന് ഓർഡറൊക്കെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ചേച്ചി അടുക്കളയിൽ കയറി കുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ രാവിലെ ചെറുതായിട്ട് അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, ഞാൻ പണിയെടുത്തു എന്നുള്ള ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷേ ചേച്ചി എന്നെ താഴെ വന്ന് കമൻറ്റ് ഇടും, ഞാൻ പണിയൊന്നും എടുത്തില്ല, നിങ്ങൾ വിശ്വസിക്കരുത്. പക്ഷേ ഞാൻ ചായ തിളപ്പിച്ചിട്ടുണ്ട്, അതൊരു പണിയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞ് ചേച്ചി ഇവിടെ മീൻകറി വെക്കുന്നുണ്ട് കേട്ടോ. മീൻകറി അവിയൽ പിന്നെ നേരത്തെ ആയി, നല്ല യമ്മി ആയിട്ടുള്ള അവിയലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് അവിയൽ വെക്കാറില്ല കേട്ടോ. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് തോരനും ബാക്കി കറികളൊക്കെ വെക്കാറിയാം. പക്ഷേ എനിക്ക് കിട്ടാത്തൊരു സാധനമാണ് ഈ അവിയൽ. എന്തെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ അവിയൽ വെച്ചിട്ട് ശരിയായിട്ടില്ല. പിന്നെ അതേ എനിക്കറിയാവുന്ന പണി പോയി ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പണികൾ എന്തെങ്കിലുമൊക്കെ തരുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാനിവിടെ എപ്പോൾ വന്നാലും ചേട്ടന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. സാധാരണ എൻ്റെ കയ്യിലായിരുന്നു കിറ്റ് ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം ചേട്ടൻ തന്നെ എന്തൊക്കെയോ കിറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഗോൾഡ് ഫേഷ്യലിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് മസാജും സ്ക്രബും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ചെറിയ ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഗ്ലോ വന്നു കിട്ടും. നല്ലൊരു കിറ്റായിരുന്നു, നേച്ചേഴ്സിൻ്റെ കിറ്റായിരുന്നു തോന്നുന്നു വാങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എനിക്കിങ്ങനെ ഫേഷ്യലിൻ്റെ മസാജൊക്കെ സ്റ്റെപ്സ് കുറച്ചറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം നേരം ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. ഞാനിവിടെ ആടി തൂങ്ങി എന്തൊക്കെയോ കാണിച്ച് നടക്കുമായിരുന്നു. അവസാനം പോകാറായപ്പോഴാണ് ചേട്ടനും കൊണ്ട് ഞാൻ ഫേഷ്യൽ ചെയ്യാനിരുന്നത്. അപ്പോൾ എറണാകുളത്ത് ഒബ്രോൺ മാളിൽ വെച്ചൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ ടീമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പീക്കോക്ക് ടീമിലാണ് ഔട്ട്ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചേട്ടനെ ഫേഷ്യലൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. മീൻകറി, മീൻ ഫ്രൈ, പിന്നെ അവിയൽ, അച്ചാർ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. സാധാരണ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. ഇന്നലെയും ഞങ്ങൾ ഇതുപോലെ മന്തി ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. പക്ഷേ രാവിലെ ചേച്ചി എഴുന്നേറ്റ് കുക്കൊക്കെ ചെയ്തെന്നു. ആദ്യം ഇങ്ങനെ കുക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ പോകും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എന്തെങ്കിലും ദോശയൊക്കെ കഴിക്കും. പക്ഷേ ഉച്ചയ്ക്ക് ചോറ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട്. എന്തായാലും കറിയൊക്കെ അടിപൊളിയായിരുന്നു. അവിയൽ പ്രത്യേകിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ആ ഫ്രൈയും അവിയലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദേ നമ്മുടെ രോഹുക്കുട്ടീനെ വിളിക്കുന്നുണ്ട്. അവൾ ബാംഗ്ലൂരാണ് ഇപ്പോൾ ജോലി ആട്ടോ. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ അവധി ആകുമ്പോഴേ വരത്തുള്ളൂ. ചേച്ചി രോഹവും ഭയങ്കര കമ്പനിയാണ്. എൻ്റെ വഴിയാണ് ഇവർ രണ്ടൊരു കമ്പനി ആയെങ്കിലും ഇവരുടെ കമ്പനി കാണുമ്പോൾ ഓർക്കും ഞാനാണ് അവരുടെ ടീമിലോട്ട് വന്നതെന്ന്. അമ്മാതിരി കമ്പനിയാണ്. രണ്ടും ഫുൾ ടൈം ഉടക്കുവാണ്, ഭയങ്കര സ്നേഹവുമാണ്. അപ്പോൾ അങ്ങനെ പോകാൻ ടൈം ആയിട്ടോ. അതുകൊണ്ട് പിന്നെ ദേ ഞങ്ങൾ രോഹുവിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും അവിടെ ഒബ്രോൺ മാളിൽ ചെന്നാൽ മതി. അപ്പം വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഉണ്ടെങ്കിലും ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും തിരക്കൊക്കെ വരുമ്പോൾ സ്റ്റാൻഡ് വെച്ച് എടുക്കാമല്ലോ. ഇവിടെ നിന്ന് ഏറെക്കുറെ ഒരു 1 hour ഉള്ളൂ കേട്ടോ മാളിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തലേന്ന് ദിവസം അതുകൊണ്ടാട്ടോ നമ്മളിങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നേരത്തേക്ക് ഇങ്ങനെ കൂടാറുണ്ടായിരുന്നു. പക്ഷെ കുറേ കാലമായി തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ചേച്ചിയുടെയും ചേട്ടനെയും കൂടെ കൂടുന്നത്. അവർ പിന്നെ ഞങ്ങളുടെ അതേ വൈബാട്ടോ. അതുകൊണ്ട് നല്ല രസമാണ്. എനിക്കിങ്ങനെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും തിരക്കായി പോയി, സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാട്ടോ കുറേ നാൾ കൂടി കൂടിയത്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടൊരു 8 മണിക്കാണ് കേട്ടോ നമ്മുടെ സ്ലോട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ. അപ്പം നമ്മളൊരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴാണ് മാളിൽ എത്തിയത്. അപ്പോൾ ഏറ്റവും മേളിൽ ചെല്ലണമായിരുന്നു കേട്ടോ. മേക്കപ്പിൻ്റെ റൂമിൽ ഏറ്റവും മേളിലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ചെല്ലാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സ്ഥലം കണ്ടിട്ട് മനസ്സിലായില്ല. ലിഫ്റ്റിൽ കയറി അവിടെ എത്താനും മനസ്സിലാവുന്നില്ല. കുറേ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ മേളിലെത്തി. അപ്പോൾ കുട്ടീസൊക്കെ നേരത്തെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏഞ്ചലീന കുട്ടിയാണ്. നമ്മുടെ കഴിഞ്ഞ ഫാഷൻ ഷോയുടെ വിന്നറായിരുന്നു. ആ ഏഞ്ചലീനയുടെ അമ്മ അശ്വതി ചേച്ചി
ചേച്ചിയാട്ടി പ്രാവശ്യം എന്നെ ഷോയ്ക്ക് വിളിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു തീം കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പീക്കോക്ക് തീം ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഐ മേക്കപ്പ് ആട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് പീക്കോക്ക് ഐസ് ഗൂഗിളിൽ നോക്കിയപ്പോൾ തന്നെ ഈ ഒരു കളർ കോമ്പോസ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പോയിൽ തന്നെ ഞാനൊരു ഐ മേക്കപ്പ് ട്രൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പീക്കോക്ക് തീമിൽ ട്രൈ ചെയ്യുന്നതെങ്കിലും അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഓൾറെഡി ഒരു ഫാഷൻ ഷോയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എങ്ങനെ ചെയ്യണം എന്ന് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ട് പറ്റി. അങ്ങനെ ഏഞ്ചലീനയുടെ മേക്കപ്പ് കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞ് എല്ലാവരെയും എന്ത് ഫേസ് ആയിട്ട് ചെയ്യാനായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഒരു ഫാഷൻ ഷോ എന്നൊക്കെ പറയുമ്പം ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് കേട്ടോ. ശരിക്കും എല്ലാവരും ഈക്വലി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുള്ളി ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം 2 മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൽഫിയ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു, ആളാണ് അപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ടീം മെമ്പേഴ്സും സിഒയും എല്ലാവരും ഇരുന്ന ഔട്ട്ഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അവിടെ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേരൻസും ഒക്കെ ഉണ്ട്. പീക്കോക്ക് തീം ആയതുകൊണ്ട് കുറേ ഡ്രസ്സിൽ അതിൻ്റെ മയിൽപ്പീലിയും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ. ഓൾറെഡി എല്ലാ കാര്യങ്ങളും ആയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് മോളെ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. എല്ലാവരുടെയും ഐ മേക്കപ്പ് തന്നെയായിരുന്നു കേട്ടോ ഹൈലൈറ്റ്. അപ്പോൾ ഈ മോൾക്ക് ലാഷും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഷ് ഒട്ടിച്ചിട്ട് പശ ഉണങ്ങാത്തതുകൊണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു ചെറിയ സംഭവം ഇരിക്കുന്നത്. എനിക്കത് ഉണങ്ങിയിട്ട് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി പേര് ഒരുക്കാനുള്ളതുകൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് ഒരുക്കി വിടുമായിരുന്നു. ആദ്യത്തെ ഒരാൾക്ക് മാത്രം കുറച്ച് സമയം വേണ്ടി വന്നു ആ ഒരു ഐ മേക്കപ്പ് ഒന്ന് സെറ്റ് ആവാൻ. പക്ഷെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സ്പീഡ് ഞാൻ ചെയ്യാനായിട്ടു. ആമ്പിള്ളേർക്ക് പിന്നെ അങ്ങനെ അധികം ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ, ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക്, പിന്നെ ബ്ലഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പിന്നെ എല്ലാം ഫേസ് ആർട്ടാണ് വരുന്നത്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് വിടുന്നവരെ ദേ ഇപ്പുറത്തിരുന്ന് ഫേസ് ആർട്ട് ചെയ്യുന്നു കേട്ടോ. ഒരു ഐയുടെ സൈഡിലായിട്ട് കുറേ സീക്വൻസ് ഒക്കെ ഒട്ടിച്ച് കുറേ വരയ്ക്കാനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടപ്പോൾ ശരിക്കും എനിക്കും ഫേസ് ആർട്ടൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. എനിക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഐയിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ആ ഒരു തീമിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് പിന്നെ ഓക്കെ. ഓരോ ഒക്കേഷൻ അനുസരിച്ച് ആ ഒരു ഐഡിയാസ് കുറച്ചുകൂടെ വന്നു കേട്ടോ. ഞാനിങ്ങനെ പീക്കോക്ക് തീം ആയിരുന്നപ്പം എനിക്കെന്നെ കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ എന്ത് ചെയ്യുമെന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അതങ്ങ് കിട്ടി. നെക്സ്റ്റ് ഈ ഒരു മോളെ ആട്ടോ ഒരുക്കിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പത്തേനും ഫോണിൽ ചാർജ് തീർന്നു. അപ്പോൾ ആളുടെ ആ ഒരു ഫൈൻ ലുക്ക് അടിപൊളിയാട്ടോ. എല്ലാവരെയും മേക്കപ്പ് ചെയ്തിട്ടുള്ള ലുക്ക് ലാസ്റ്റ് കാണിക്കാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഔട്ട്ഫിറ്റ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് വന്നു. നെക്സ്റ്റ് ഹെയർ ചെയ്യുന്നുണ്ട്. ഇനിയും ഒത്തിരി പേരെയും പിന്നെ കുറേ ബോയ്സിനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരെയും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ മോൾക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഹെയർ സ്റ്റൈൽ ആട്ടോ ട്രൈ ചെയ്ത്. അപ്പോൾ പേരൻസിനെ അടുത്ത് നിർത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല. കൂടെയുള്ള ആൾക്ക് കുറച്ച് നേരത്തെ പോകണമായിരുന്നു. ആൾ ട്രിവാൻഡ്രത്ത് നിന്നാട്ടോ വന്ന്. അതും ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് പോകേണ്ടി വന്നു. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പേരൻസിനെയും കൂട്ടി നിർത്തിയിട്ട് വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഓരോന്ന് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട്. ചെയ്യണത് കുറച്ച് നീറ്റായിട്ട് ചെയ്യും, പക്ഷെ കുറച്ച് സ്ലോ ആണ്. പക്ഷേ പേരൻസ് ഓരോ ഹെയർ സ്റ്റൈൽ പറഞ്ഞപ്പോഴും എനിക്കത് ചെയ്ത് കൊടുക്കാനും പറ്റി. ഈ കുട്ടിയുടെ ഇങ്ങനെ ഹമ്പ് പോലെ വെച്ചിട്ട് ബാക്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പം ഓരോന്ന് ചെയ്ത് വന്നപ്പോഴും ഞാൻ കുറച്ചുകൂടെ നല്ല കോൺഫിഡൻ്റ് ആയി. ഞാനിവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്ത് വിടുന്നതല്ലാതെ ആരും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് താഴെ ചെന്നപ്പോഴാണ് എല്ലാവരുടെയും ഫൈനൽ ലുക്ക് കണ്ടത്. അപ്പം ഈ കുട്ടിയുടെ ഔട്ട്ഫിറ്റ് അതിൻ്റെ ഇടയ്ക്ക് കാണാതെ പോയിട്ടും പിന്നെ ആളുള്ളൊരു ഔട്ട്ഫിറ്റും മയിൽപ്പീലിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടായാണ് കേട്ടോ ആളുടെ ഹെയർ ഒക്കെ ക്രിംപ് ചെയ്തത്. അതിനിടയ്ക്ക് ചേട്ടാ ഇങ്ങനത്തെ വലിയ ഉപകാരങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ മുടി നല്ല നീറ്റായിട്ട് ഫ്രണ്ട് വശം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലും ചെയ്ത് ആൾക്കൊരു മയിൽപ്പീലിയും തലയിൽ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൃഷ്ണൻ്റെ തലയിൽ മയിൽപ്പീലി കുത്തിയ പോലെ ആയിപ്പോയി. എന്നാലും മയിൽപ്പീലി തീം എവിടെയെങ്കിലുമൊക്കെ ഡ്രസ്സിൽ വരേണ്ടതുകൊണ്ട് അവിടെ ഞാൻ ഒരെണ്ണം കുത്തി കൊടുത്തിട്ട്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫൈനലി ആ ഒരു ഓവറോൾ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞ് ചേട്ടായോടാണ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്. ചേട്ടാ ഇങ്ങനെ കറക്റ്റ് കുറ്റം നോക്കി പറഞ്ഞു തരും. ആളാണ് ഇങ്ങനെ ഞാൻ ഐ മേക്കപ്പ് രണ്ട് വശത്ത് ഒരുപോലെ ആയോ എല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ നോക്കി പറഞ്ഞു തരണം കേട്ടോ. പാവം എല്ലാം ഇവിടെ നിന്ന് അടുക്കി വെക്കുന്നുണ്ട്. ശരിക്കും ചേട്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ മൊത്തത്തിൽ പെട്ടുപോയതിന്. ആശാനാണ് മൊത്തം അടുക്കി പെറുക്കി വെക്കാനും വീഡിയോ എടുത്തരാനും എല്ലാത്തിനും കൂടിയത്. ശരിക്കും എൻ്റെ ബാക്ക് സപ്പോർട്ട് ഫുള്ള് ആശാനാണ് കേട്ടോ. എല്ലാത്തിനും എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ അടുക്കി പെറുക്കി താഴെ ചെന്നു. ഒരുപാട് കടകളുണ്ടായിരുന്നു. എനിക്ക് പർപ്പിളിൻ്റെ സ്റ്റോറൊക്കെ കണ്ടപ്പോൾ കയറണമെന്നൊക്കെ തോന്നിയായിരുന്നു. ഓൾറെഡി ഒരു കുന്ന സാധനം പഠിച്ചു കഴിഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. ആ വഴിക്ക് ഞാൻ പോയില്ല. പിന്നെ പോയിട്ട് പിള്ളേർ പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. ചെറിയ മക്കളൊക്കെ എന്താ അടിപൊളിയായിട്ടാണ് ചെയ്യണമെന്ന് അറിയോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ
ടീമിൻ്റെ CEO ഷമീർ നാട്ടോ പേര്. ആർപ്പോ എന്നാണ് നമ്മുടെ ടീമിൻ്റെ പേര്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഷോ നടക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് നിന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുക്കി വിട്ടവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ കണ്ടപ്പം ശരിക്കും വേറെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്ത് രസമാണ് കാണാൻ. നമ്മൾ കുറച്ച് ചേട്ടന്മാരെയും മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് പേരെ നമ്മൾ മേക്കപ്പ് ചെയ്തു. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, തിരക്കുമായിരുന്നു. നമ്മൾ ഒരുക്കി വിട്ട ജാനകി ഇവിടെ നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ മോളെയൊക്കെ നമ്മളാട്ടോ ഒരുക്കിയത്. നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഔട്ട്ഫിറ്റും ആ ഒരു തലയിൽ വെച്ചിരിക്കുന്ന സംഭവം എല്ലാം കൂടി വന്നപ്പോഴാട്ടോ ഒരു ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയത്. പിന്നെ നമ്മുടെ ജാനിക്കുട്ടീനെ കാണാൻ എന്ത് രസമായിരുന്നു എന്നൊക്കെ. അവസാനം ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റാണ് വന്നതെങ്കിലും ഒരുക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആൾ നല്ല ആക്റ്റീവായിട്ട് ഇവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ച് നടപ്പുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ കിഡ്സിൻ്റെ ടൈറ്റിൽ വിന്നർ ഏഞ്ചലിൻ്റെ മോളാട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചലീനയുടെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ഈ ഒരു തീമിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാട്ടോ ഞാൻ വിചാരിക്കുന്നത്. എനിക്കിങ്ങനെ ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി. എല്ലാവരും ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ശരിക്കും നമുക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുഞ്ഞുമക്കളുടെ ഒക്കെ വീഡിയോസ് എടുത്ത് എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ പിന്നെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ചെന്നു കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടീമിൻ്റെ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നമ്മുടെ പാട്ടുകാരൻ ഔസേപ്പച്ചൻ സാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സെലിബ്രിറ്റീസൊക്കെ ഇവിടെ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ വരാറുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ ഇത് സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് ആകെപ്പാടെ ഇത്രയും അറിവുള്ളൂ. ഞാൻ ഇങ്ങനെ ഫാഷൻ ഷോയിനെ കുറിച്ച് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടേ ഇല്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയപ്പോൾ മാത്രമാണ് ചിന്തിച്ചത്. പിന്നെ ഞാനും ചേട്ടായും കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് പോയിട്ട് റെഡ് ബുള്ള് വാങ്ങിയിട്ടു. ആദ്യമായിട്ടാണ് വാങ്ങണത്. ഇതിൻ്റെ ഒരു ഹൈപ്പ് കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷെ കുടിച്ചപ്പം ശരിക്കും ഒരു ചുമമരുന്നിൻ്റെ ടേസ്റ്റായിരുന്നു. ചേട്ടാ ഇത് കുടിച്ചപ്പോഴേ പറഞ്ഞു ചുമമരുന്നിൻ്റെ ടേസ്റ്റാണ്. എനിക്ക് കുടിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പോഴേ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞ ഒരാൾ വാങ്ങിയതാണ്. എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ട്. എനിക്ക് പിന്നെ മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം പണ്ട് തുടങ്ങി ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു സോഫ്റ്റ് സെർവ് അത്രയ്ക്ക് ഞാൻ വാങ്ങാറുള്ളൂ. അങ്ങനെ വലിയ കോസ്റ്റ്ലി അല്ലല്ലോ. അതുകൊണ്ട് 35 രൂപ 40 അത്രയും ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊരെണ്ണം പോയി വാങ്ങി. സാധാരണ ചേട്ടായിക്ക് എത്ര മധുരമുള്ളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ മേളിൽ ആ ഒരു ചോക്ലേറ്റ് കവർ ചെയ്യുന്നതും കൂടെ ഉള്ളതാണ് വാങ്ങിയത്. എന്നാലും ഒരു 40 രൂപ ആയുള്ളൂ കേട്ടോ. മാളിലൊക്കെ ഇത്രയും റേറ്റ് കുറവിൽ ഇത് മാത്രമേ ഇട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ മാളിലധികം കടകളിൽ കയറിയിട്ടില്ല. നമ്മൾ പുറത്തോട്ടൊക്കെ പിന്നെ ഫുഡ് കഴിക്കാറുള്ളൂ. ഇവിടെ റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ തല ഇറങ്ങും. ആ കാശുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് 2 നേരം ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി നിന്നിട്ട് ഷോ കാണും കേട്ടോ. താഴെ നിന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്നപ്പം അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വേറെ ഏതൊക്കെയോ ടീമിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് 1-2 ടീംസ് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ടീമിൻ്റെ പ്രോഗ്രാം. മേളിൽ പോയി നിന്ന് കുറേ നേരം ഷോ കണ്ടിട്ടിരുന്നപ്പോൾ ബോറടിച്ച് പിന്നെയും ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ എത്തി. പിന്നെ ഈ മോളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫോണിൽ ചാർജ് കയറുന്നു. അപ്പം ബിഫോർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആളുടെ ആ ഒരു ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ജാനിക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ നടക്കാൻ ശ്രമിച്ചെങ്കിലും ആശാൻ അടുക്കാൻ വരുന്നുണ്ടായിരുന്നില്ല. ഒന്നാമതേ ഞാൻ ഭീഷണിപ്പെടുത്തിയിരുത്തിയാണ് മേക്കപ്പ് ചെയ്യിപ്പിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പിന്നെ പിള്ളേരെ അങ്ങനെ പ്രത്യേകിച്ച് കയ്യിലെടുക്കാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ ഈ കുട്ടീനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയതാണോ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടൊരു മോള്. അപ്പോൾ ആ മോളാട്ടോ മോളെയും ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങേ മൂലയ്ക്ക് റൈറ്റ് സൈഡിലായിട്ട് ഞാനവിടെ നിൽപ്പുണ്ട്. ഞാനവിടെ നിന്ന് അറിയാണ്ട് ലാസ്റ്റ് കൈയടിച്ച് പോയി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ടീമിൻ്റെ സപ്പോർട്ട്, ടീമിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ വന്നപ്പം അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് കപ്പടിക്കും എന്നുള്ളത്. നമ്മളങ്ങനെ ഒരു ടീമിൻ്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ നമ്മൾ കപ്പടിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് രാത്രി ഏകദേശം ഒരു 1 മണിക്കാണ് വന്നത്. ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും നമ്മളിങ്ങനെ വിന്നറായെന്ന് അറിഞ്ഞു. അപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും ഞാനിതിൽ കുറച്ച് ഭാഗങ്ങളേ ഇടുന്നുള്ളൂ. ലൈവായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കും ആ ഒരു കയ്യടിയും ആ ഒരു നടത്തവും കൂടി ആകുമ്പോഴത്തേക്കും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ. ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടലി ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ്. സ്പെഷ്യലി അശ്വതി ചേച്ചിനെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഏഞ്ചലിനെ കഴിഞ്ഞ ഷോയുടെയും വിന്നറായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോയ്ക്ക് പോയുള്ളൂ, അതിലാളുണ്ടായിരുന്നു. പ്രാവശ്യവും മോൾ തന്നെയാണ് വിന്നറായത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു
കേട്ടോ. അവൾ ആ ചെയ്തത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഇതിലേറ്റവും കൂടുതൽ കൊളാക്കിയത് ഞാനാണ്. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് അവിടെ സ്റ്റക്കായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതായിപ്പോയി. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ പറയാൻ എളുപ്പമാണോ ഇതെന്താ അത്ര പാടുന്ന്, പക്ഷേ ആ സ്റ്റേജിൽ കയറിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സ്റ്റേജിൽ കയറിയിട്ട് ആ ഫ്രണ്ടിലോട്ട് കുറച്ച് നീങ്ങി വരാൻ പോലും ഞാൻ മറന്നുപോയി. അവിടെ കയറി കഴിഞ്ഞപ്പോൾ ആകെ സ്റ്റക്കായ ഒരവസ്ഥയായി. മാളിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതിൻ്റെ കൂടെ ലൈറ്റ്സ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആകെ അങ്ങ് ടെൻഷനായി ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഷോ വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എപ്പോഴാണെന്നറിയില്ല, എപ്പോഴെങ്കിലും ഇതുപോലെ നല്ലൊരു ഷോ വരുവാണെങ്കിൽ എനിക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പേടിച്ച് കൊളാക്കിയ ആ മുഹൂർത്തമാണ് ദേ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചു കൂട്ടു. എല്ലാവരും ടീമായിട്ട് നിന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റും ഇതും വാങ്ങുന്നുണ്ട്. അതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് പിന്നെ എപ്പോഴും ആയിരുന്നു, എല്ലാവരുടെയും കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ എല്ലാ ടീം മെമ്പേഴ്സും കൂടി ഇരുന്നിട്ട് ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് എടുത്തു, അതിന് ശേഷം എല്ലാവരും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 10-11 മണിയെങ്ങാണ്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തോന്നുന്നു. വീട്ടിൽ വന്നപ്പോൾ 1 മണി ആയിട്ടോ. കുറച്ച് ദിവസം മുന്നേ ഉള്ള പ്രോഗ്രാമായിരുന്നു. വരുന്ന വഴിക്ക് ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് തീ കത്തിച്ച് വെച്ചേക്കുന്നത് കണ്ടു കേട്ടോ. ഞാനിങ്ങനെ ചേട്ടാ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയ സമയത്താണ് അത് ശ്രദ്ധിച്ചത്. ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കട്ടോ, ഭയങ്കര വലിയതായിട്ടാണ് കത്തുന്നത്. വീട്ടിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഫാക്ടറിയുടെ മുകളിലാണോ എന്നറിയില്ല. അത് കണ്ടപ്പോഴത്തേനും ഞാനിങ്ങനെ അതിശയത്തോടു കൂടി നോക്കിയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കൂത്താട്ടം എത്തിയപ്പോഴത്തേക്കും ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ചു കിട്ടു. കൂത്താട്ടത്ത് പിന്നെ 24 hours വർക്ക് ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. അവിടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.